Ottoman Empire, Ottoman സാമ്രാജ്യം. What is the reason for the downfall of the Eastern Roman Empire? ഈ ചോദ്യം നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ്. എന്നാലും ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നൽകപ്പെടുന്നുണ്ട്. With the capture of Constantinople in 1453 CE by the Turkish leader Muhammad II. തുർക്കികളുടെ നേതാവായിരുന്ന മുഹമ്മദ് രണ്ടാമൻ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതോടുകൂടി പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു. അപ്പൊ ചോദ്യം പഠിച്ചു, ഉത്തരവും പഠിച്ചു. ദി ഓട്ടോമൻ എംപയർ വാസ് സ്ട്രെങ്തൻഡ്. അങ്ങനെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളുടെ നേതാവായ മുഹമ്മദ് രണ്ടാമൻ പിടിച്ചെടുക്കുന്നതിലൂടെ ഓട്ടോമൻ സാമ്രാജ്യം ശക്തമായി. By then, many territories of Eastern Roman Empire had become a part of the Ottoman Empire. അങ്ങനെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി. മുഹമ്മദ് രണ്ടാമൻ വളരെ പ്രഗത്ഭനായ, വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും കിഴക്കൻ റോമ സാമ്രാജ്യത്തിലെ മറ്റു പല പ്രദേശങ്ങളും കീഴടക്കുകയും ചെയ്തു. The Ottoman Empire reached its zenith during the time of Suleiman. സുലൈമാൻ എന്ന ഓട്ടോമാൻ ഭരണാധികാരിയുടെ കീഴിലാണ് ഓട്ടോമാൻ സാമ്രാജ്യം അതിന്റെ ഔന്നത്യത്തിൽ എത്തുന്നത്. ഹി വാസ് കാൾഡ് അൽ ഖനൂനി. അപ്പൊ പഠിച്ചു വെക്കുക, അൽ ഖനൂനി എന്നറിയപ്പെടുന്ന ഭരണാധികാരി, ഓട്ടോമാൻ ഭരണാധികാരി ആരാണ്? സുലൈമാനാണ്. ആരാണ്? സുലൈമാൻ. അപ്പൊ അദ്ദേഹത്തെ എന്നറിയപ്പെടുന്നു അൽ ഖനൂനി. എന്താണ് അൽ ഖനൂനി എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ദി ലോ ഗിവർ എന്നാണ്, നിയമദാതാവ് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് അൽ ഖനൂനി അല്ലെങ്കിൽ ദി ലോ ഗിവർ എന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്? സുലൈമാനെ അൽ ഖനൂനി എന്ന് വിളിക്കാനുള്ള കാരണം ഇതാണ്. ഹി കോഡിഫൈഡ് ദ ഓട്ടോമ ലാസ്. അദ്ദേഹം ഓട്ടോമ നിയമങ്ങൾ ക്രോഡീകരിച്ചു. അപ്പോ അൽ ഖനൂനി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം ഓട്ടോമാൻ നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമവ്യവസ്ഥ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അല്ലെ? ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലാസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ എംപയർ. അപ്പൊ ആ സാമ്രാജ്യത്തിൽ അദ്ദേഹം എന്ത് സ്ഥാപിക്കുകയും ചെയ്തു? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ. കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥ ആര് സ്ഥാപിച്ചു? സുലൈമാൻ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലാസ്. So, he is known as Al-Kanuni or the law giver. അദ്ദേഹത്തെ എന്ത് വിളിച്ചു? അൽ-ഖനൂനി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ നിയമദാതാവ് എന്ന് വിളിച്ചു. കാരണം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയ സുലൈമാൻ ആയിരുന്നു. And during the period, many regions of Europe became part of the Ottoman Empire. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി. അപ്പൊ അദ്ദേഹവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. Thus, the Europeans realized the military strength of Asia through Ottoman rulers. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ സുലൈമാന്റെ പടയോട്ടത്തിലൂടെ യൂറോപ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? The strength of Asian military. ഏഷ്യൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് യൂറോപ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തത് ആരായിരുന്നു? സുലൈമാനായിരുന്നു. സുലൈമാന്റെ പടയോട്ടത്തോടു കൂടിയാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ സൈനിക ശക്തി, ഏഷ്യൻ സാമ്രാജ്യങ്ങളുടെ സൈനിക ശക്തി തിരിച്ചറിയുന്നത്? യൂറോപ്യന്മാർ തിരിച്ചറിയുന്നത്. ഈ ഓട്ടോമൻ എംപയർ ഡിസ്ഇന്റഗ്രേറ്റഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഓട്ടോമൻ സാമ്രാജ്യം ശിഥിലീകരിച്ചു പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1918 അന്നാണ് ഈ സാമ്രാജ്യം ശിഥിലീകരിച്ചു പോകുന്നത്. ശിഥിലീകരിച്ചു എന്നാല് നശിച്ചു പോയത്. അപ്പോൾ ഈ സാമ്രാജ്യവും നശിച്ചു പോയത് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയായിരുന്നു. ആ കഥയൊക്കെ നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാം. ദി ഓട്ടോമൻ എംപയർ. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ ഓട്ടോമൻ എംപയർ വാസ് ഫൗണ്ടഡ് ടുവേഴ്സ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി 13th century ബൈ വൺ ഓഫ് ദി ട്രൈബൽ ലീഡർ ഓഫ് ടർക്കി, ഉസ്മാൻ. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാനാണ്. അവിടെ പറയുന്നത് Ottoman Empire was founded towards the last part of 13th century. അപ്പോ 13ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ, വർഷം കൂടെ അവിടെ പഠിച്ചു വയ്ക്കുക നിങ്ങൾ, 1299 1299. പഠിച്ചു വയ്ക്കുക 1299. 1299 അന്നാണ്
അന്നത്തെ തുർക്കിയുടെ ഒരു ഗോത്രത്തലവനായ ട്രൈബൽ ലീഡർ ആയിട്ടുള്ള ഉസ്മാനാണ് ഈ സാമ്രാജ്യം, ഓട്ടോമാൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഒരു ചെറിയ രാജ്യമായിരുന്നു. 1453 കൂടി അതൊരു സാമ്രാജ്യമായി മാറ്റപ്പെട്ടു. ഹി വാസ് കാൾഡ് ഉത്മാൻ. അദ്ദേഹത്തെ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്, ഉത്മാൻ എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരെയാണ് ഉത്മാൻ എന്ന് വിളിക്കുന്നത്? ഉസ്മാൻ എന്ന ഭരണാധികാരിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഫ്രം ദിസ് ദാറ്റ് ദ നെയിം ഓട്ടോമാൻ വാസ് ഡിറൈവ്ഡ്. ആ ഉത്മാൻ എന്ന പേരിൽ നിന്നാണ് ഓട്ടോമാൻ എന്ന പേര് ഉണ്ടായിരിക്കുന്നതെന്ന് ചരിത്രം പറയുന്നു. ഓക്കെ, അപ്പോ ഓട്ടോമാൻ സാമ്രാജ്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്.